ആ മനോഹര, മനോഹര, എന്തൊക്കെയാടാ ഞാൻ ഈ കേക്കുന്നേ? എന്താ അവൾ അവനെ കെട്ടാൻ പോവാണോ? ദേവികമോളല്ലേ? അതെ, ദേവികമോള് സിദ്ധുവിനെ കെട്ടാൻ പോവാ. അതിനെത്ര ചോദിക്കാൻ എന്നാ ഇരിക്കുന്നേ? എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഇത്രയും കാലം ഒരു തീരുമാനം ദേവികമോള് പറഞ്ഞില്ല. എന്ന് വെച്ചാൽ സമ്മതം. ഇപ്പൊ സമ്മതം തന്നു. ഇനി വൈകാതെ ആ ചടങ്ങ് നടത്തണം. അപ്പൊ അവളോ? അവന്റെ ഇപ്പോഴത്തെ ഭാര്യ അവരെ ഡൈവോഴ്സ് ചെയ്യാൻ പോവല്ലേ അമ്മേ? ആ ബന്ധത്തിന് വലിയ ആയുസൊന്നുമില്ല. ഞാൻ സമ്മതിക്കില്ല ഈ കല്യാണത്തിന്. അയ്യോ, അതിന് അമ്മയുടെ സമ്മതം ആർക്കാ വേണ്ടേ? എന്റെ അമ്മയെ, സത്യത്തിൽ എന്റെ സമ്മതം പോലും ദേവിയമ്മക്ക് ആവശ്യമില്ല. പിന്നെ എന്നെ അച്ഛന്റെ സ്ഥാനത്ത് കാണുന്നോണ്ടാ ദേവിക എല്ലാ കാര്യങ്ങളും എന്നോട് പറയുന്നത്. അത് അവിടെ മര്യാദയാ. കുടുംബത്തിൽ പിറന്ന ഒരാളുടെ സംസ്കാരം, മനസ്സിലായോ? എന്റെയും കൂടെ പ്രാർത്ഥനയായിരുന്നു അമ്മേ, എത്രയും പെട്ടെന്ന് കല്യാണത്തിന് ദേവിക സമ്മതിക്കണമെന്ന്. എനിക്ക് ഈ കല്യാണം കാണണമെന്നും, എന്നിട്ട് ഞാൻ കണ്ണടയ്ക്കും. ഈ വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയാലോ അല്ലേ? എന്റെ മനോഹരൻ, നിന്റെ ഭാര്യയെ കാണാനില്ലല്ലോ. അവൾ ഇങ്ങോട്ട് തിരിച്ചു വരാതെ നീ എങ്ങനെ ഈ കല്യാണം നടത്തും? അങ്ങനെ നടത്തുന്നത് ശരിയാണോടാ? പാർവതി ഉടനെ തിരിച്ചു വരുമമ്മേ. പ്രേമ തിരിച്ചു വന്നില്ല, അതുപോലെ ഒരു ദിവസം പാർവതി തിരിച്ചു വരും. എടാ, പ്രേമ തിരിച്ചു വന്നതുപോലെ ബുദ്ധിയും ബോധവും ഇല്ലാതെയോ? ഇവിടുന്ന് എങ്ങനെയാണോ പോയത് അതുപോലെ പാർവതി ഈ വീട്ടിലേക്ക് തിരിച്ചു വരും. എന്നാലും കല്യാണം നടക്കില്ലല്ലോ. ഇതൊരു മരണം നടന്ന വീടല്ലേ. സ്വന്തം മകളും മരിച്ച നിനക്ക് എങ്ങനെ മറ്റൊരു പെണ്ണിന്റെ കല്യാണത്തിൽ പങ്കെടുക്കാൻ പറ്റും? അതൊന്നും ശരിയല്ലല്ലോ മനോഹര. മിനിമം 1 വർഷം കഴിയണം ഇനി ഈ വീട്ടിൽ ഒരു കല്യാണം നടക്കണമെങ്കിൽ. അതിന് ആർഭാടമായിട്ടൊന്നുമല്ല കല്യാണം നടത്താൻ പോകുന്നേ. വളരെ ലളിതമായിട്ടാ. ഏതെങ്കിലും ഒരു അമ്പലത്തിൽ വെച്ച് താലി കെട്ടും. വളരെ കുറച്ച് ആളുകളെ വിളിക്കുന്നുള്ളൂ. എത്ര പേര് കുറഞ്ഞാലും അതിന്റെ പേര് കല്യാണം എന്നാണല്ലോ. ദേ, ഞാൻ ഇതിനൊന്നും കൂട്ടുനിക്കില്ല. അയ്യോ, അമ്മയുടെ കൂട്ട് ആർക്കാ വേണ്ടേ? ദേ, അമ്മയെ വിളിക്കും. വന്ന ഒരല്ല ചോറുണ്ണാം. ഇല്ലെങ്കിൽ അതുപോലും കിട്ടത്തില്ല. ഒരുപാട് കാലം കാത്തിരുന്നതിന് ശേഷം ദേവികമ്മള് കല്യാണത്തിന് സമ്മതം മൂളി. അതുകൊണ്ട് തന്നെ ഈ കല്യാണം എങ്ങനെയെങ്കിലും നടത്തണം. എന്ത് തടസ്സമുണ്ടെങ്കിലും ഈ കല്യാണം ഞാൻ നടത്തും. ഒടക്കുണ്ടാക്കാനെങ്ങാനും വന്നാ അമ്മയാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. വെറുതെ എനിക്ക് ജോലി ഉണ്ടാക്കല്ലേ, കേട്ടല്ലോ? എന്താടി ഇവിടെ പണി? വല്ല മന്ത്രവാദ തകിടും കുഴിച്ചിടാൻ സ്ഥലം നോക്കുവാണോ? അങ്ങനെ തോന്നിയോ? തോന്നി. നീയല്ലേ ആള്, എന്തും ചെയ്യൂല്ലോ. എന്നാലേ അതിന് തന്നെയാ വന്നത്. പക്ഷേ അതിനെ പറ്റിയ സ്ഥലമൊന്നും കിട്ടിയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്നറിയോ? സിദ്ധുവിന്റെ മനസ്സിനകത്ത് തന്നെ അതങ്ങ് കുഴിച്ചിട്ടു. അതുകൊണ്ടായിരിക്കും എപ്പോഴും നിന്റെ പുറകെ ഇങ്ങനെ സിദ്ധുയുടെ മണത്ത് നടക്കുന്നത്. അതെ, എനിക്കറിയാം നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന്. അതൊന്നും നടക്കാൻ പോകുന്നില്ല. ആദ്യം നീ മനസ്സിലാക്കിയത് എന്താന്ന് പറ. എന്നല്ലേ നടക്കോ ഇല്ലേ എന്നൊക്കെ പറയാൻ പറ്റൂ. സിദ്ധുവേട്ടനായിട്ടുള്ള നിന്റെ കല്യാണം തന്നെയാ ഉദ്ദേശിച്ചേ. ഒരു കാരണവശാലും അത് നടക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അതിന് സമ്മതിക്കില്ല. ഇപ്പോ ഈ നിമിഷം സിദ്ധു എന്റെ കഴുത്തിൽ താലി കെട്ടും. കാണണം നിനക്ക്. അതെങ്ങനെ പറ്റും? ഞാനല്ലേ സിദ്ധുവിന്റെ ഭാര്യ. എന്നെ ഇതുവരെ ഡിവോഴ്സ് ചെയ്തിട്ടില്ലല്ലോ. എനിക്കതിന്റെ ആവശ്യമില്ലെങ്കിലോ? നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോലീസിനെ കൊണ്ടുവരുമോ? ഒരിക്കലും അതിന് പറ്റില്ല.
നീ അതിന് തയ്യാറാവില്ല. എന്താ തയ്യാറായാല്? ഞാനേ ഒരു വക്കീല. നിയമം കുറെയൊക്കെ എനിക്കും അറിയാം. മറ്റൊരാളെ കല്യാണം കഴിച്ചൊരു വ്യക്തിക്ക് ആ ബന്ധം നിയമപരമായി വേർപെടുത്താതെ വേറൊരാളെ കെട്ടാൻ പറ്റില്ല. കെട്ടിയാലും ആ വിവാഹം അസാധുവായിരിക്കും. ഓ, അപ്പൊ നിയമമൊക്കെ അറിയാല്ലേ? മിടുക്കിയാണല്ലോ നീ. ഇനിയിപ്പൊ അങ്ങനെ സംഭവിച്ചു എന്ന് തന്നെ വെക്കാം. നിന്നെ ഉപേക്ഷിക്കുന്നതിന് മുൻപ് ഞാൻ സിദ്ധുവിനെ അങ്ങ് കെട്ടി. എന്ത് സംഭവിക്കും? എന്നെ തൂക്കിക്കൊല്ലോ? എനിക്ക് പരാതി ഉണ്ടെങ്കിൽ കേസെടുക്കും. ആഹാ, നിനക്ക് പരാതി ഉണ്ടെങ്കിലല്ലേ? അതിന് നിനക്ക് പരാതി ഇല്ലല്ലോ. എന്നാരും പറഞ്ഞു? ആര് പറഞ്ഞു നിനക്കറിയണോ? എല്ലാ കാലവും എല്ലാരെയും പറ്റിക്കാൻ പറ്റില്ല ചന്ദ്രൻ. ഒരു ദിവസം എന്തായാലും പിടിക്കപ്പെടും. നീ പിടിക്കപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് വിനയത്തോടെ നിൽക്കണം. അല്ലെങ്കിൽ ഇപ്പൊ ചവിട്ടി ഇറക്കും ഞാൻ. എന്നെ കൊണ്ടത് ചെയ്യിക്കരുത്. അവിടെ നിന്നേ. എവിടെയായിരുന്നു ഇത്ര നേരം? സിദ്ധുവിന്റെ വീട്ടിൽ പോയിരിക്കായിരുന്നു. അവിടെ ആരുണ്ടായിട്ടാ? അതാണോ നിന്റെ വീട്? ഇപ്പോഴല്ല, ഉടനെ ആവും. എടി, നാണമില്ലല്ലോടി നിനക്ക് കുടുംബമായിട്ട് കഴിയുന്ന ഒരുത്തന്റെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ? അവിടെ ചെന്ന് വെറുതെ ചന്ദ്രയെ പ്രകോപിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. അവക്ക് ദേഷ്യം കയറിയിട്ടുണ്ട്. ഓ, ആണോ? അപ്പൊ എന്താണാവോ അവള് ചെയ്യാൻ പോകുന്നത്? കളിയാക്കൊന്നും വേണ്ട. അവള് വിചാരിച്ചാലും പലതും നടക്കും. ഡിവോഴ്സ് വേണ്ടെന്ന് വെച്ചാലോ അവള്